വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ഏതെല്ലാം സെഗ്മെന്റിലാണ് മ്യൂച്വൽ ഫണ്ട് ഉള്ളത്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ് നല്ല മ്യൂച്വൽ ഫണ്ട്, ഏതൊക്കെ മെത്തേഡിലാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, പിന്നെ SIP എങ്ങനെയാണ് വാങ്ങുന്നത്, ലെംസ് എങ്ങനെയാണ്, അപ്പോൾ SIP എന്താണ്, ലെംസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ ആപ്പിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് കാണാം. ഈ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സിസ്റ്റം ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, ഹൈ റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടുകൾ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് റേറ്റഡ് ഫണ്ടുകൾ നമുക്ക് കാണാം. 21% 3 ഇയേഴ്സിൽ റിട്ടേൺ കൊടുത്തേക്കുന്ന ബന്ധൻ കോർ ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതുപോലെ ആക്സസ് മൾട്ടി ക്യാപ് ഫണ്ട് ഗ്രോത്ത് ഉണ്ട്, HDFC ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. പിന്നെ ഹൈ റിട്ടേൺ കൊടുത്തേക്കുന്ന ഫണ്ടുകളാണ് നമുക്ക് വേണമെങ്കിൽ 31% റിട്ടേൺ കൊടുത്തേക്കുന്ന മോത്തിലാൽ ഓസ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട് ഗ്രോത്ത് ഉണ്ട്, ICC പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉണ്ട്. അങ്ങനെ പല ഫണ്ടുകളുണ്ട്, നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, ടാക്സ് സേവിങ്ങിന് വേണ്ട ഫണ്ടുകളുണ്ട്. അപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാർജ് ക്യാപ്പ് നമുക്ക് കൂടുതലും ബ്ലൂ ചിപ്പ് കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, Nifty 50 പോലത്തെ കമ്പനികളിലായിരിക്കും. ഈ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിരിക്കും, റിട്ടേണും അത്ര തന്നെ ലേശം കുറവായിരിക്കും. റിട്ടേൺ കൂടുതൽ വേണ്ടവർ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ സെലക്ട് ചെയ്യുക, അതിന് റിസ്ക് കൂടുതലായിരിക്കും. ലാർജ് ക്യാപ്പ് ഫണ്ട് എപ്പോഴും നമുക്ക് കുറച്ച് റിസ്ക് കുറവായിരിക്കും. പക്ഷെ കണ്ടില്ലേ 15% ആണ് ഏറ്റവും നല്ല ഫണ്ടിന്റെ പെർഫോമൻസ് കൊടുത്തേക്കുന്നത്. 3 ഇയറിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 15% ആണ്. HDFC ഗ്രോത്ത് 100 ഫണ്ടിനാണെങ്കിലും 15% ആണ് ഗ്രോത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് നേരെ മിഡ് ക്യാപ്പിലേക്ക് നോക്കാം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലേക്ക് നോക്കാം. സ്മോൾ ക്യാപ്പ് 26% ആണ് റിട്ടേൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൂടുതലും റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൂടുതൽ റിട്ടേൺ ഉണ്ടാവും. ഇതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സംഭവം. അതായത് ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മോത്തിലാൽ ഓസ്വാൾ ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 2 രീതിയിൽ അത് സെർച്ച് ചെയ്യാം. ഒന്നെങ്കിൽ SIP ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെംസമായിട്ട് ചെയ്യാം. SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 500 ആണ് കാണുന്നത്. ചില ഷെയറിൽ 100 വരെ ഉണ്ട് ഇൻവെസ്റ്റ് മന്ത്ലി. അപ്പോൾ ഇതിൽ 500 ആണ്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി ആയിട്ടുള്ള ഒരു സാലറിയോ അല്ലെങ്കിൽ ഒരു റിട്ടേണോ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നാണോ അവരുടെ റിട്ടേൺ, ഇപ്പോൾ 3-ാം തീയതിയാണ് നമ്മുടെ സാലറി എങ്കിൽ നമുക്കൊരു 2 ദിവസം ഗ്യാപ്പ് ഇട്ട് നമ്മളൊരു 5-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഏതാണോ ഡേറ്റ്, ആ ഡേറ്റിന് നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. ഇപ്പം 5-ാം തീയതിയാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ആ ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നോർമൽ പ്രൊസീജിയറാണ്. നമുക്ക് എല്ലാ 5-ാം തീയതി നമ്മുടെ ബാങ്കിൽ നിന്ന് ഇത് ഡെബിറ്റ് ആയി പോകും. ഇനി നമുക്ക് ലെംസമാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നോർമലി വൺസ് ആയിട്ട് ഒരു പ്രാവശ്യമായിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു പോവുക. അത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്ത് കാര്യങ്ങൾ, നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് പ്രോഫിറ്റ്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കാണുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിലും കാണാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.